ഗൈസ്, അപ്പോൾ നമ്മുടെ 7HEARTS02 പാക്കേജ് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം ആക്ച്വലി ഞാൻ ഇത്ര എമൗണ്ട് കൊടുത്ത് ഇയർഫോൺ മേടിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആക്ച്വലി എനിക്ക് ആമസോണിലെ ഫ്ലിപ്പിൽ ഒന്നും സാധനം സ്റ്റോക്ക് ഉണ്ടായില്ല. സാധനം ലാസ്റ്റ് എന്നിട്ട് കോൺസെപ്റ്റ് കാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിനകത്താണ് സാധനം മേടിച്ചേക്കുന്നത്. ആൻഡ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി ആണ്. ഞാൻ വിചാരിച്ച് സ്ലോ ആക്കി ഒരു മാസം ഡിലേക്ക് എടുത്ത്, ഒരാഴ്ച ഡിലേക്ക് എടുത്ത് 3 ദിവസത്തിനുള്ളിൽ എനിക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ഉള്ളിൽ എന്തൊക്കെയോ കോംപ്ലിമെൻ്ററി പൗച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഇവരുടെ തന്നെ സൈറ്റാണ്. ഇവർ തന്നെയാണ് ആമസോണിലും ഫ്ലിപ്പിൽ ആക്ച്വലി സെല്ല് ചെയ്യണത്. ബട്ട് ഇവരുടെ സൈറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളിലുള്ളതെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ അൺബോക്സ് ചെയ്യാറുള്ള പോലെ തന്നെ നമുക്കൊരു പേന വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ നമുക്ക് സാധാരണ കിട്ടുന്ന പോലത്തെ ഒരു ബബിൾ റാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ കേസ് കാര്യം തുറന്നിട്ടത് അടച്ചു വെച്ചൂടെ? ഞാൻ തുറന്നല്ല, അൺബോക്സ് ചെയ്തപ്പോൾ തുറന്നിടുന്നതാണ് ഒരു കേസ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ട് കിട്ടിയത്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ കിട്ടിയ സാധനത്തിന് നമ്മൾ ക്വാളിറ്റി പറയരുത് എന്നാണ്, എന്നാലും പറയുവാണ്. വലിയ മെനയൊന്നുമില്ല കേസ്, ഒരു ബിലോ ആവറേജ് ക്വാളിറ്റി, ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. അത് മാറിക്കിടക്ക് കേസിന് അവരുടെ സൈറ്റിനകത്ത് അവർ കാണിച്ചു തരുന്ന വില എന്ന് വെച്ചാൽ 200 രൂപയായിരുന്നു. 200 രൂപയ്ക്കുള്ള സാധനമൊന്നുമില്ല ആക്ച്വലി. ഇയർഫോൺ കേസിൻ്റെ ബില്ലാണത്. കേസിൻ്റെ ബില്ല് പോട്ടെ, നമുക്കിതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതാണ് നമ്മുടെ 02 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഫ്ലാഷ് അടിക്കുന്ന കാരണമാണ് ആ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടാതെ. ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ഫ്ലാഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മര്യാദ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. സോ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മൾ പുറത്തുള്ള കേസിങ് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ തള്ളി വിടുന്നതാണ്. ആൻഡ് ഗൈസ്, ഈ ഒരു കേസിങ് സാധനം വന്നിട്ടുണ്ട്. പോട്ടെ, ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് വരുന്നത്. 02 here we go. ഓക്കെ ഗൈസ്, ഓപ്പൺ ആകുമ്പോൾ ഇതിൻ്റെ ഒരു കണക്ടർ കേബിൾ വരുന്നുണ്ട്, നമ്മുടെ ഇയർഫോൺ വരുന്നുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വേറെ വരുന്നതെന്ന് നോക്കാം. സോ പല കളറിലുള്ള കളർഫുൾ മഞ്ഞ, നീല, പച്ച, ഓറഞ്ച് പല കളറിലുള്ള ബഡുകൾ കിട്ടിയിട്ടുണ്ട്. സോ ഗുഡ് തിങ്. 2500 എന്തായാലും സാധനം മേടിച്ചല്ലേ, ഇരിക്കട്ടെ. ഓക്കെ, ഒരു യൂസർ മാനുവൽ ഇരിപ്പുണ്ട്. യൂസർ മാനുവലൊന്നും ഇങ്ങോട്ട് പോകുന്നില്ല. യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്. ആരും ഉപയോഗിക്കാറില്ല, ആരും തൊട്ട് വെക്കാറില്ല, എന്നാലും ഇരിക്കട്ടെ. ഇതേനാ തുറന്നു നോക്കുമ്പോൾ യൂസർ മാനുവൽ കം വാറണ്ടി കാർഡ്. ഇത്രേ ഉള്ളൂ പെട്ടികാലി. ഇനി ഇതാണ് നമ്മുടെ പുറകുവശം വന്നത്. സോ ഇതാണ് നമ്മുടെ കണക്ടർ കേബിൾ തന്നെ. ഈ ഒരു കേബിൾ വെച്ചിട്ടാണ് 3.5 mm ഈ ഒരു കണക്ടർ, കൂടാതെ ഈ ഒരു 10 mm ജാക്ക്. 10 mm അല്ല, ഇതെന്തോ കണക്ടർ പറയും, പിൻ കണക്ടർ, അങ്ങനെ എന്നാണ്ട് പേര് പറയും. എൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കൊള്ളാം. ആ ഒരു സംഭവം വെച്ചാണ് നമ്മൾ ഇയർഫോണിലേക്ക് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഗൈസ്, നമ്മുടെ മെയിൻ ഐറ്റം ഇടുക. ഒരു കേസിനകത്ത് നിന്ന് വരുമ്പോൾ റെഡ് ഇതും വെച്ചിട്ട് ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. ഗൈസ്, ഫസ്റ്റ് കാണുമ്പോഴും തൊടുമ്പോഴും തന്നെ യു ക്യാൻ ഫീൽ ദി ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റ് ഇല്ല. ആൻഡ് ബഡ്സ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ബഡ്സ് ക്വാളിറ്റിയും കൊള്ളാം. ബഡ്സ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഇതുവരെ ഉള്ള അൺബോക്സിങ് എക്സ്പീരിയൻസ് ഈസ് പ്രെറ്റി ഗുഡ് ആക്ച്വലി. എന്നാണ് നമ്മുടെ ഈ ഒരു ഐറ്റം വരുന്നത്. ഫോക്കസ് ആവുക എന്നാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വയറെടുക്കാം. ഇതിൻ്റെ ഈ ഒരു
ട്വിൻ പോർട്ട് ഉള്ളത് വന്നിട്ട് ഇവിടുത്തെ കണക്ടറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഫൈനലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് സ്റ്റിൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ കാണാം. അത് കണക്ട് ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഐ തിങ്ക് ഇറ്റ് ഈസ് കണക്റ്റഡ്. നമുക്ക് അടുത്ത ഇതുകൂടി കണക്ട് ചെയ്യാം. ഇത് ആക്ച്വലി ഇച്ചിരി ഒരു ഹാർഡ്നെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വയർ. ഈ വയറിൻ്റെ ഒരു കണക്ടർ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ആണെന്ന് വിചാരിച്ച് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് റെക്കോർഡിംഗ് അല്ല എന്ന് പറഞ്ഞത്. ഒരു കേബിൾ മാനേജർ പോലത്തെ ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് നമ്മുടെ വരുന്നത്. ഇതിനകത്ത് മെയിൻ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഈ ഒരു ഇയർഫോണും ഇതിൻ്റെ ഈ ഒരു ബഡ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ യൂസ് വരുന്നത്. സോ ഇത്രയുള്ള കേസ് ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ, സൗണ്ട് ക്വാളിറ്റി റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും. സോ യാ ഗൈസ്, ചാനൽ സബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ബൈ. Anything you want, anything you need. Your mind's got the key ingredient, it's belief. They deceive with the negativity, but I just like